ഹായ് ഓൾ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ OTTയിലൊക്കെ വന്നിട്ട് ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നല്ലവനായ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് വെറുപ്പിച്ച് ഈ സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറി. സിനിമ തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂറായപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഏകദേശം തീരുമാനമായ മട്ടാണെന്ന്. അങ്ങനെ അവസാനം ഇന്റർവെൽ ആയ സമയത്ത് അവന് കാര്യം പിടികിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പോയാലോ എന്ന്. ആ, ഞാൻ വിടുവോ? അവനെ കൊണ്ട് പോപ്കോണും മുട്ട പപ്സും മേടിച്ച് സിനിമ മൊത്തം കാണിപ്പിച്ചിട്ടാണ് അവനെ വിട്ടത്. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു ഡ്രഗ് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ ഒരു കാരിയറാണ് ഈ സിനിമയിലെ നായിക. ഒരു ഘട്ടത്തിൽ നായികയെ സഹായിക്കാൻ വേണ്ടി മുബിൻ റാഫി വരുന്നു. അങ്ങനെ അയാളും അതിൽ പെടുന്നു. പിന്നീട് SI ആനന്ദദാസ്, അത് അർജുൻ അശോകന്റെ ക്യാരക്ടറാണ്. പുള്ളി വന്ന് ഈ മാഫിയ തലവനെ പിടിക്കുന്നതും അടി പിടി പുക, ഇതൊക്കെയാണ് സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഒരു ലോഡ് കഥാപാത്രങ്ങളുണ്ട്. ജോണി ആന്റണി, ജാഫർ ഇടുക്കി, സുധീർ കരമന, ബൈജു, റിയാസ് ഖാന്, അശ്വന്ത് ലാല്, പാഷാണ ഷാജി, അങ്ങനെ പോകും. ശരിക്കും ഈ സിനിമയുടെ ജോണർ ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ കോമഡിയാണോ ഉദ്ദേശിച്ചത്, അതോ ത്രില്ലറാണോ, അല്ലെങ്കിൽ സ്പൂഫ് മൂവിയാണോ, ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സിനിമയുടെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന്റെ കഥയ്ക്കും ഇതിലെ കഥാപാത്രങ്ങൾക്കും ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പൊ എക്സാമ്പിൾ അർജുൻ അശോകന്റെ ക്യാരക്ടർ എടുക്കുകയാണ്. പുള്ളിക്ക് പല സമയത്തും പല സ്വഭാവമായിരിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു മണ്ടനായ പോലീസുകാരനാണെന്ന്, ചിലപ്പോൾ ഒരു സീരിയസ് ആയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് നമുക്ക് തോന്നും. പല ഷെയ്ഡുകളിലാണ് ഈ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുന്നത്. എബ്രഹാം ഓസ്ലർ, ഭ്രമയുഗം തുടങ്ങിയ സിനിമകളിലൂടെ അർജുൻ അശോകൻ ഒന്ന് അടിച്ചു കയറി വന്നതായിരുന്നു. അത് നാദിർഷ തിരിച്ചു കയറ്റി വിട്ടിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയിലെ നായകൻ മുബിൻ റാഫിയാണോ അതോ അർജുൻ അശോകനാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ വില്ലനാണ് ശിവജിത്ത്. പുള്ളി കൽക്കി സിനിമയിൽ കത്തി കയറി നിന്നതായിരുന്നു. ഈ സിനിമയിൽ കൊണ്ടുവന്ന് പുള്ളിയെ ഫീൽഡ് ഔട്ട് ആക്കി വിട്ടു. പിന്നെ ജോണി ആന്റണി, ആ പാവം മനുഷ്യനെ ഇതിലൊരു കണ്ണ് കാണാത്ത കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരെന്ത് ചോദിച്ചാലും എൻ്റെ മോള് പാവമാണ്, എൻ്റെ മോള് അങ്ങനെയൊന്നും ചെയ്യൂല, ഈ ഒരു ഡയലോഗാണ് പുള്ളി ഉടനീളം പറയുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് സിനിമയിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ സ്ഥിരം ടെംപ്ലേറ്റ് ആയ ഒരു കല്യാണ സോങ് ഉണ്ട്. അതിൽ എന്തിനോ വേണ്ടി നാദൃശ്യ മുഖം കാണിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ക്ലൈമാക്സ് എത്തുമ്പോൾ മൊത്തം വെടിയും പുകയുമാണ്. ക്ലൈമാക്സിൽ പിന്നെ റിയാസ് ഖാൻ വരുന്നുണ്ട്, ഷാർപ്പ് ഷൂട്ടർ ഡിക്രൂസ്. ഈ സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീൻ എന്ന് പറഞ്ഞ പുള്ളിയുടേതാണ്. പുള്ളി പറഞ്ഞ പോലെ തന്നെ അടിച്ചു കയറി വന്നിട്ടുണ്ട്. ശരിക്കും പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വെട്ട സിനിമയിൽ ജഗതി ചെയ്ത ക്യാരക്ടർ അല്ലേ, സെയിം ക്യാരക്ടറാണ്, അതിന്റെ മറ്റൊരു വേർഷനാണ്. ആ ഡിക്രൂസിന്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും മലയാള സിനിമയിൽ പുള്ളിക്ക് പുതിയ അവസരങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. മൊത്തത്തിൽ ഒരു കിളി പോയ ഫിലിമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.